ഡിസംബർ 25 കൊണ്ടാടുന്ന യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ക്രിസ്തുമസ് നമ്മൾ ഏവരെയും സംബന്ധിച്ചിടത്തോളം വർണ്ണശബളമായ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ലോകരക്ഷിതാവായി യേശു മനുഷ്യാവതാരമെടുക്കാൻ ഇടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ദൈവം തൻ്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിച്ച ആദ്യ മനുഷ്യരായിരുന്ന ആദവും ഹവ്വായും എല്ലാത്തരം സസ്യങ്ങളാലും വൃക്ഷങ്ങളാലും ചുറ്റപ്പെട്ട മനോഹരമായ ഏദൻ തോട്ടമായ പറുദീസയിൽ കൃഷി ചെയ്ത് ദൈവസാന്നിധ്യം അനുഭവിച്ച് ദുഃഖം എന്തെന്നറിയാതെ ആഹ്ലാദപൂർവ്വം ജീവിച്ചു. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. എന്നിട്ടും ശക്തമായി വന്ന സാത്താന്റെ വാക്കുകേട്ട് ആദ്യം ഹവ്വായും പിന്നെ ആദവും ദൈവത്തെ മറന്ന് വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചു. ഉടൻ തന്നെ തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ അവർ ലജ്ജിച്ചു. ദൈവത്തെ നേരിടാൻ ഭയപ്പെട്ട് അത്തി ഇലകൾ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി മരങ്ങളുടെ മറവിൽ ഒളിച്ചു. വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതിനാൽ മരണശിക്ഷയ്ക്ക് അർഹരായ അവരുടെ എല്ലാ സന്തോഷവും അസ്തമിച്ചു. തിന്മ അവരിൽ പ്രവേശിച്ചതിനാൽ ദൈവത്തിരുമുമ്പിൽ ആദം ഹവ്വായുടെ മേൽ കുറ്റം ചുമത്തി, ഹവ്വ സർപ്പത്തിന്റെ മേൽ കുറ്റം ചുമത്തി. എന്നാൽ ദൈവം അവർ 3 പേരെയും കുറ്റം വിധിച്ച് ശിക്ഷിച്ചു. സർപ്പത്തെ ശിക്ഷിച്ചത് അതിന്റെ വർഗത്തെ ശപിച്ചുകൊണ്ടാണ്. അവർ എന്നേക്കുമായി പൊടി ഭക്ഷിച്ച് ഇഴഞ്ഞ് മനുഷ്യരാശിയുടെ ശത്രുക്കളായി കഴിയേണ്ടി വരും. മരണശിക്ഷയ്ക്ക് അർഹരായ ആദമിനെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ചത് അവരുടെ ജീവിതം ദുഷ്കരമാക്കിക്കൊണ്ടാണ്. ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് അറിവ് ലഭിച്ച അവർ അമർത്തരാവുന്നതിനു വേണ്ടി അതിന്റെ ഫലവും ഭക്ഷിക്കുമെന്നതിനാൽ ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ധരിപ്പിച്ചതിനു ശേഷം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാട്ടാൻ ഏദൻ തോട്ടത്തിൽ കിടക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും സ്ഥാപിച്ചു. എങ്കിലും അനന്ത കാരുണ്യവാനായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് മുൻപ് ആദമിനും ഭാര്യ ഹവ്വായ്ക്കും വീണ്ടെടുപ്പിന്റെ പ്രത്യാശയുടെ വാഗ്ദാനം നൽകിയിരുന്നു. മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആദ്യ സൂചനകൾ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോ ഇവാഞ്ചലിയം അല്ലെങ്കിൽ ആദ്യത്തെ സുവിശേഷം എന്ന് ദേവശാസ്ത്രജ്ഞന്മാർ വിളിക്കപ്പെടുന്ന ഉൽപ്പത്തി 3:15 വാഗ്ദാനം. സ്ത്രീയെ വഞ്ചിച്ച സാത്താനോട് അല്ലെങ്കിൽ സർപ്പത്തോടായി ദൈവം കൽപ്പിച്ചു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഈ വാഗ്ദാനം തിന്മയെ ആത്യന്തികമായി പരാജയപ്പെടുത്തുന്ന ഒരു രക്ഷകന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. തിരുവഴുത്തിലുടനീളം വികസിക്കുന്ന വീണ്ടെടുപ്പിന്റെ മുഴുവൻ ബൈബിൾ വിവരണത്തിനും ഈ വാഗ്ദാനം അടിത്തറയിടുന്നു. ഇത് മറിയത്തിന്റെയും യേശുവിന്റെയും കാര്യത്തിൽ പൂർത്തീകരിക്കപ്പെട്ട തിരുവചനമാണ്. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പിതാവു നിന്നപ്പോൾ ആ തീരത്തിൽ നീറും കുരുത്തി മനമുഴറി നിന്നപ്പോൾ ആ തീരത്തിൽ നീറും കുരുത്തി മനമുഴറി നിന്നപ്പോൾ അതിലെല്ലാം അടഞ്ഞപ്പോൾ ഭാരം തുറന്നു, പിന്നിൽ നിന്നും മണ്ണിലൊരു തങ്ക വെളിച്ചം. അതിലെല്ലാം അടഞ്ഞപ്പോൾ ഭാരം തുറന്നു, പിന്നിൽ നിന്നും മണ്ണിലൊരു തങ്ക വെളിച്ചം. ഒന്നാളമേ നിന്നാരമേ നിന്നെ കാണാനുള്ള യാത്ര, കണ്ണീരിന്റെ ചിറ്റോളങ്ങൾ നീന്തിക്കടന്നുള്ള യാത്ര. ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ, ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ. താരദീപാങ്കുരം
തീർന്നല്ലോ. ഉൾക്കൂടകം കണ്ടിടുവാൻ ആരാകിലും തുനിയണം. ആരാധിക്കാൻ വന്നിടുകി ആർഭാടങ്ങൾ പിടിയണം. രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം. രാഗസംഗീതത്താൽ നാമം വാഴ്ത്തിയിടണം. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. ദൈവദൃഷ്ടിയിൽ ആദ്യ മനുഷ്യരും സകല ജനത്തിൻ്റെയും ആദ്യ മാതാപിതാക്കളുമായ ആദത്തിൻ്റെയും ഹവ്വായുടെയും അനാസ്ഥ മൂലം നഷ്ടപ്പെട്ട പറുദീസാനുഭവവും സ്വർഗീയ സന്തോഷവും വീണ്ടെടുത്തു നൽകുന്നതിനായി ഉൽപ്പത്തി 3:15 വാഗ്ദാനപ്രകാരം നിത്യപ്രകാശമായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായതിൻ്റെ ദിവ്യസ്മരണകളിലൂടെ പ്രാർത്ഥനാപൂർവം നടന്നു നീങ്ങി തങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും വഴിയോരങ്ങളിലും ക്രിസ്തു സന്ദേശം പകർന്നു നൽകി സെൻറ് ജോസഫ് കുടുംബം ആഘോഷപൂർവം യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. തിളങ്ങിയ രാവ് 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 മാമല മഞ്ഞ് കുളിച്ചൊരു രാവ് 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 താരകം മിന്നി തിളങ്ങിയ രാവ് മാമല മഞ്ഞിൽ കുളിച്ചൊരു രാവ് പാടാം പാടാം പുകഴ്ചകൾ ദിനക്ക് ദിനക്ക് ദില്ലില്ല ഹാപ്പി 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 ക്രിസ്മസ് ചന്ദന ചെറുള്ളൊരുങ്ങി പിറന്നേ ഹാപ്പി 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 ക്രിസ്മസ് ദിനക്കിട്ട് ദില്ലില്ല വെരി 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 ക്രിസ്മസ് രക്ഷകരുണ്ണി പിറന്നേ വെരി 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 ക്രിസ്മസ് വെരി 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 ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസ്
കുളിച്ചൊരു രാവ് 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 സ്വർഗത്തിൻ വാതിൽ തുറന്നൊരു രാവ് 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 മോക്ഷത്തിൻ ആശ പകർന്നൊരു രാവ് സ്വർഗത്തിൻ വാതിൽ തുറന്നൊരു രാവ് പാടാം പാടാം നിറഞ്ഞതാ പുകഴ്ചകൾ ദിനക്ക് ദിനക്ക് ദില്ലില്ലാനാ ഹാപ്പി 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 ക്രിസ്മസ് ചന്ദന ചെരുളൊരുണ്ടി പിറന്നേ ഹാപ്പി 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 ക്രിസ്മസ് ദിനക്കിട്ട് ദില്ലില്ലാനാ വെരി 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 ക്രിസ്മസ് രക്ഷകരുണ്ടി പിറന്നേ വെരി 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 ക്രിസ്മസ് വെരി 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 ക്രിസ്മസ് 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 Came down from heaven to show us your way. Happy birthday, Jesus. We sing and we pray. Thank you for your love on this special day. Happy birthday, Jesus. The stars shine so bright, just like that first Christmas on a holy night. Happy birthday, Jesus. We sing and we pray. Thank you for your love on this special day. Happy birthday, Jesus. We love you every day.
Christmas is here, bringing a cheer to young and all meek and the bar, bringing cheers.
song so kuch Christmas is Merry 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 Christmas, Merry Christmas, Merry 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 Christmas, Merry Christmas. All in the sun down with our and their joyful tune to everyone. Ha ha ha. La da 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 സത്യപ്രകാശം നീ സ്വർഗകവാടവും നീ ഊരിരുൾ മൂടുമീ മാനസവീഥിയിൽ ജീവന്റെ ജ്യോതിസ്വം സത്യപ്രകാശം നീ സ്വർഗകവാടവും നീ ഊരിരുൾ മൂടുമീ മാനസവീഥിയിൽ ജീവന്റെ ജ്യോതിസ്വം നീ നാവാലെ ആരാധിക്കും നിങ്ങൾ അരികിൽ നീ വന്നണയൂ സത്യപ്രകാശം നീ സ്വർഗകവാടവും നീ ഊരിരുൾ മൂടുമീ മാനസവീഥിയിൽ ജീവന്റെ ജ്യോതിസ്വം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 8 12 വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5 14 വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. 16 വാക്യം: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ഈശോയുടെ ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം. തിന്മയുടെ ശക്തിയാൽ അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ നന്മയുടെ ശക്തിയാൽ കത്തിജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെ നിത്യപ്രകാശമായി കടന്നു വന്ന നമ്മുടെ ഈശോയുടെ പ്രകാശകിരണങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം. ഈ സ്നേഹ കൂട്ടായ്മയെ ഈ വാഴക്കാല ദേശത്തെ ലോകം മുഴുവൻ നമ്മുടെ സൽപ്രവർത്തികൾ വഴി നമുക്ക് പ്രകാശിപ്പിക്കാം.